ഹലോ, സഹകാരി റേസ് പ്ലസിന്റെ FTR സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം 479/2023 ചോദിച്ച ഒരു ചോദ്യവും അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് 28th എഡിഷൻ പാർക്ക് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദി ഡോസേജ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ടു ആൻ ഇൻഫന്റ്. അപ്പോൾ നമുക്കറിയാം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ ഡോസ് എത്രയാണെന്ന്. എങ്കിലും ഞാൻ ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാൻ കാരണം നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലാണ് ഇതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് എപ്പിഡമിയോളജി ആൻഡ് എപ്പിഡമിയോളജിക്കൽ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ 136 പേജിൽ ഈ ഒരു ബോക്സിലാണ് ഇതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ആൻസർ വരുന്നത് 0.5 ml ആണ്. ആദ്യം ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്താണെന്ന് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് സെയിം ചാപ്റ്റർ തന്നെയാണ്, എപ്പിഡമിയോളജി ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിൽ പേജ് നമ്പർ 255. ഹെപ്പറ്റൈറ്റിസ് ബി എന്നാൽ നമ്മൾ അതിന് പറയുന്നത് സെറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ്. സെറം ഹെപ്പറ്റൈറ്റിസ് ഇത് മെയിൻലി ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ ലിവറിനെയാണ് ഇത് ബാധിക്കുന്നത്. ലിവറിനെ ബാധിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ലിവർ സിറോസിസും ലിവർ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഹെപ്പറ്റൈറ്റിസ് ബി. ഈ ബി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ഓർക്കണം? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. സെയിം, രണ്ടും ബി അല്ലേ? അപ്പം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഓർക്കുക. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഇത് എങ്ങനെയൊക്കെ നമുക്ക് പകരും? അതായത് നമ്മൾ അതിനൊരു കോഡ് പഠിക്കുക, ബി സേഫ്. ബി സേഫ്. അപ്പോൾ നമ്മൾ ബിയിൽ എന്താ വരുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് കോണ്ടാക്ട്. അടുത്തത് എസ് വരുന്നത് എന്താണ്? സെക്ഷൽ കോണ്ടാക്ട്. അടുത്ത എ വരുന്നത് ആക്സിഡൻ്റൽ നീഡിൽ സ്റ്റിക്ക് ഓർ ഷെയർഡ് നീഡിൽസ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും പഠിക്കാൻ പോകുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് വാക്സിനേഷൻ എടുക്കുന്നു, നേഴ്സസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ അവർ കൈ വലിച്ചു മാറ്റുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആക്സിഡൻ്റ് ആയിട്ട് ആ പ്രിക്ക് കൊള്ളാം. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ടാറ്റു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എ വരുന്നത്, ആക്സിഡൻ്റൽ നീഡിൽ സ്റ്റിക്ക് ഓർ ഷെയർഡ് നീഡിൽസ്. അടുത്ത എഫ് വരുന്നത് എന്താണ്? ഫ്രം മദർ ടു ബേബി, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. മെയിനായിട്ട് ഓർക്കേണ്ടത് ഈ പോയിന്റ് നമ്മൾ മറക്കരുത്, ഫ്രം മദർ ടു ബേബി. കാര്യം നമ്മൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അസുഖം പകരുന്നതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജനിച്ച ഉടനെ കുഞ്ഞിന് വാക്സിനേഷൻ കൊടുക്കുന്നു. ഓക്കെ. ഇനി ഈ വരുന്ന എന്താണ്? എക്സ്പോഷർ ടു ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് അസുഖം വരാൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എക്സ്പോഷർ ടു ബോഡി ഫ്ലൂയിഡ്സ്. അപ്പം എന്താ ഓർക്കുക? ബി സേഫ്. അടുത്തത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് ഡോസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അസുഖം പകരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനിച്ച ഉടനെ, അതായത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? വാക്സിനേഷൻ എടുത്തിരിക്കണം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി ഓർക്കുക, എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബിയെ നമ്മൾ എന്ത് പറയുന്നു? ബർത്ത് ഡോസ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇത് എന്താണ്? ഇതൊരു റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ്. റീകോമ്പിനൻ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിനെല്ലാം നമ്മൾ റീകോമ്പിനൻ്റ് വാക്സിൻ എന്ന് പറയുന്നു. ജസ്റ്റ് ഞാനത് പറഞ്ഞു തരാം. അസുഖം ഉണ്ടാക്കാൻ കാരണമാകുന്ന വൈറസ് ആകട്ടെ ബാക്ടീരിയ ആകട്ടെ അവയുടെ ജനറ്റിക് മെറ്റീരിയലിനെ എടുത്തിട്ട് നമ്മളൊരു ഹോസ്റ്റ് സെൽ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈസ്റ്റ് ആണ്. അപ്പോൾ ആ ഈസ്റ്റിലേക്ക് നമ്മൾ ഈ അസുഖം ഉണ്ടാക്കാൻ കാരണമാകുന്ന ബാക്ടീരിയ ആകട്ടെ വൈറസ് ആകട്ടെ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഈസ്റ്റിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നു, HBS ആൻറ്റിജൻ. അതായത് എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ. ഇനിയിപ്പോൾ ഈ വാക്സിനിൽ എന്താണ്? ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനിൽ HBS AG ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ വാക്സിനായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? HBS ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു. ഇതൊരു ആൻറ്റിജനാണ്. ഈ HBS നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന ടൈമിൽ HBS ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതെ മാക്സിമം ഇവരെന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത്
നമുക്കിത് എപ്പോഴൊക്കെ കൊടുക്കാം? നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്? ഒരു ബർത്ത് ഡോസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജനിച്ച ഉടനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞു ഈ ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്നു. അതുകൂടാതെ നമ്മൾ പെൻഡാവാലന്റിനോടൊപ്പവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൻഡാവാലന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാക്സിനാണ് വരുന്നത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹിബ്. ഹിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അപ്പോൾ ഈ 5 വാക്സിൻ ചേർന്നതാണ് പെൻഡാവാലന്റ് വാക്സിൻ. അപ്പോൾ ഈ പെൻഡാവാലന്റ് വാക്സിൻ നമ്മൾ എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത്? 6ാമത്തെ ആഴ്ച കൊടുക്കുന്നു. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 6ാമത്തെ ആഴ്ച കൊടുക്കുന്നു, 10ാമത്തെ ആഴ്ച കൊടുക്കുന്നു, 14ാമത്തെ ആഴ്ച കൊടുക്കുന്നു. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ എന്താ മെയിനായിട്ട് കൊടുക്കുന്നേ? ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നു. ഇനി അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി നമുക്ക് എന്തെങ്കിലും ഒരു നീഡിൽ പ്രിക്ക് കിട്ടുവാണെങ്കിലൊക്കെ നമ്മൾ ഈ അഡൾട്ടും വാക്സിനേഷൻ എടുത്തിരിക്കണം. അത് നമ്മൾ എത്രയൊക്കെ ഡോസാണ് പറയുന്നത്? 0, 1, 6. അതായത് നമ്മളിപ്പോൾ 0 എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ഇത് നമുക്ക് ഫീൽ ചെയ്തു മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിനെ ചിന്തിക്കുന്ന മാസമാണ് 0 ആയിട്ട്, അതായത് നമ്മൾ എടുക്കാൻ പോകുന്നതിനെയാണ് നമ്മൾ 0 പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു മാസമാണ് 1 പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 6ാമത്തെ മാസമാണ് 6 മന്ത് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഏതൊക്കെ സൈറ്റിലാണ് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്? കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്? ആൻറ്റീരിയോ ലാറ്ററൽ മിഡ് തൈ, അതായത് കാലിലാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അഡൾട്ട് നമ്മൾ പറഞ്ഞു അഡൾട്ടിന് കൊടുക്കുന്നുണ്ട്. അഡൾട്ടിന് എവിടെയാണ്? ഡെൽറ്റോയിഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ. നമുക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന റൂട്ടുകൾ 3 തരമാണ്. അതായത് ഒന്ന് ഇൻട്രാമസ്കുലാർ, സബ് ക്യൂട്ടേനിയസ്, ഇൻട്രാഡെർമൽ. അപ്പോൾ ഈ ഇൻട്രാമസ്കുലാറും സബ് ക്യൂട്ടേനിയസും നമ്മൾ എത്ര ഡോസ് വെച്ചാണ് കൊടുക്കുന്നത്? 0.5 ml ഡോസാണ് കൊടുക്കുന്നത്. ഇൻട്രാഡെർമലോ 0.1 ml. അതായത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിൽ ഫസ്റ്റ് ലെയർ ആണ് ഡെർമിസ്. അപ്പം ഇൻട്രാഡെർമൽ എന്ന് പറയുമ്പം ഫസ്റ്റ് ലെയർ, അപ്പം 1, അപ്പം 0.1 ml ആണ് ഡെർമൽ. ഡെർമിസിൽ കൊടുക്കുന്നത് 0.1 ml ആണ്. ബാക്കി ഇൻട്രാമസ്കുലാറും സബ്ക്യൂട്ടേനിയസും എത്രയാണ് കൊടുക്കുന്നത്? 0.5 ml ആണ്. ഇനി നമുക്ക് ഈ ഇൻട്രാമസ്കുലാർ കൊടുക്കുന്ന വാക്സിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പഠിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. അതായത് നമ്മൾ പറഞ്ഞു ഇൻട്രാമസ്കുലാർ ആണെന്ന്. അപ്പോൾ മസിലുള്ള ഒരു മനുഷ്യൻ PSC എക്സാം എഴുതാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ പുള്ളി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി എവിടെ പോകണം? DTP സെൻറ്ററിൽ പോകണം. പുള്ളി DTP സെൻറ്ററിലേക്ക് പോയി അവിടെ ചെന്നിട്ട് പുള്ളി എത്ര കോപ്പി എടുത്തു? 5 കോപ്പി എടുത്തു. 5 കോപ്പി എടുത്തിട്ട് പുള്ളി നടന്നു വരുന്ന വഴിക്ക് പുള്ളിക്ക് ഭയങ്കര നടുവേദന ആയാലും പുള്ളിക്ക് എക്സാം എഴുതാൻ പോയാലേ പറ്റുള്ളൂ. അപ്പം പുള്ളിക്ക് ട്രെയിൻ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ പുള്ളി നടുവേദന എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ ആരുണ്ടായിരുന്നു? TTR ഉണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ചേഞ്ച് ആക്കാം. ഞാനിത് ഓർക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ PSC എക്സാം എഴുതാൻ പോകുന്ന PCV, DTP സെൻറ്റർ DPT, പെൻഡാവാലൻ 5 കോപ്പി നമ്മൾ പറഞ്ഞു, അത് പെൻഡാവാലൻ. നടുവേദന ഹിപ്പ്, അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി. ട്രെയിനിലെ TTR TT. ഓക്കെ അല്ലേ? അടുത്ത അതേപോലെ സബ്ക്യൂട്ടേനിയസ് പറയുവാണെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് ആര്? മിസ്റ്റർ JE. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ JE. അതൊരാളുടെ പേരാണ്. ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ JE. ഓക്കെ. ഇനി അതേപോലെ ഇൻട്രാഡെർമൽ വരുമ്പോൾ അതിലാരൊക്കെയാ? BCGയും IPVയും. അത് ഡെർമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി എന്താ? എപ്പോഴും ബിസിയാണ്. പുള്ളി കാര്യം എന്താണ്? പുള്ളി ഒരു IPS ഓഫീസറാണ്. അപ്പോൾ ഡെർമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി
എപ്പോഴും ബിസിയാണ്, പുള്ളി ഒരു IPS ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കോഡും മനസ്സിലായില്ലേ? ഇനി അതുമാത്രമല്ല, നമ്മൾ ഈ BCG പറയുമ്പോൾ നമ്മൾ BCG എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് ജനിച്ച് ആ ടൈമിൽ കൊടുക്കുന്ന ഒരു വാക്സിനാണ്. അപ്പോൾ ഈ BCGയുടെ കാര്യം വരുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ആ ടൈം മുതൽ 1 വയസ്സാകുന്നതിന് തൊട്ട് മുന്നേ, 1 വയസ്സ് പറയുന്നില്ല, 1 വയസ്സിന് ആകുന്നതിന് തൊട്ട് മുന്നേ, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 1 വയസ്സാകുന്നതിന് മുന്നേ വരെ കുഞ്ഞിന് കൊടുക്കുന്ന ഡോസ് എത്രയാ? 0.05. ഓർക്കുക, 0.05 ആണ്. 0.05 ആണ് നമ്മൾ BCG അറ്റ് ബർത്തിലും മറ്റ് ബർത്ത് മുതൽ 1 വയസ്സിന് താഴെ വരെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി 1 വയസ്സ് കഴിഞ്ഞാലോ 0.1 ml. ഈ 0.1 ml ആണ് നമ്മൾ പറഞ്ഞത്. ഏതിലാണ് ബിസി ആയിട്ടുള്ള? ആരാണ് ബിസി ആയത്? ധർമ്മൻ. അപ്പോൾ 0.1 ml ഏതാണ്? 1 വയസ്സിന് ശേഷം കൊടുക്കുന്നതാണ് 0.1 ml. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.